പമ്പാ നദി കയ്യേറാനുള്ള ശ്രമങ്ങൾ തടയണമെന്ന ആവശ്യം ശക്തം. മുക്രണത്തുകടവ്, ചെപ്പള്ളിക്കടവ് എന്നിവിടങ്ങളിൽ നദിയിലേക്ക് ഇറക്കി അനധികൃത നിർമ്മാണങ്ങൾക്ക് ശ്രമം നടന്നിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ പ്രക്ഷോഭങ്ങളുടെ ഫലമായി നദിയിലേക്ക് ഇറക്കിയുള്ള കൽക്കെട്ട് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനമായി. റോഡിന് വീതി കൂട്ടുന്ന തരത്തിൽ പമ്പാ നദിയിലേക്ക് ഇറക്കിയാണ് മുക്രണത്തുകടവ്, ചെപ്പള്ളിക്കടവ് എന്നിവിടങ്ങളിൽ തീരഭിത്തി കെട്ടിയത്. മേജർ ഇറിഗേഷൻ ഡിവിഷനിൽ നിന്നുമായിരുന്നു ഈ ജോലികൾ നടന്നത്. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളംകളി, തിരുവോണത്തോണി വരവ്, വള്ളസദ്യകൾ എന്നീ ചടങ്ങുകൾക്ക് ആറന്മുളയിലേക്ക് വരികയും തിരികെ പോവുകയും ചെയ്യുന്ന പള്ളിയോടങ്ങളുടെ സുഗമവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് കൽക്കെട്ടുകൾ ഭീഷണി ഉയർത്തും. ഹിന്ദു ഐക്യവേദിയും പള്ളിയോട സേവാ സംഘവും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിയും നൽകിയിരുന്നു. തുടർന്ന് നദിയിലേക്ക് ഇറക്കിയുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനമായി. തുടർന്നും യാതൊരു വിധത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങളും പമ്പാ നദിയിൽ അനുവദിക്കില്ലെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് രഘുത്തമൻ പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള, അതുപോലെ ഭഗവാന്റെ തിരുവോണത്തോണിയുടെ വരവ്, അതുപോലെ ആറന്മുള വള്ളസദ്യ, ഇതിൻ്റെയൊക്കെ കിഴക്കൻ പള്ളിയോടങ്ങൾ ഇവിടെ നിന്ന് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പമ്പാ നദി കയ്യേറി ഇപ്പോൾ ഒരു തോടിനെക്കാട്ടി കുറഞ്ഞ ഒരു വീതിയിലേക്കാണ് പമ്പാ നദി പോകുന്നത്. ഈ പമ്പാ നദിയിലെ കയ്യേറ്റം, അനധികൃതമായ ഈ കയ്യേറ്റത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയും പ്രകൃതി സംരക്ഷണ വേദിയും ശക്തമായ രംഗത്ത് ഉണ്ടാകും. നദിയിലേക്കിറക്കിയുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനായും വേഗത്തിൽ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ജനം, പത്തനംതിട്ട.